ഹലോ എവ്രിവൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കൊമേഴ്സ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ് സെക്കൻഡ് ഇയറിലെ 1-2 ചാപ്റ്ററുകൾ റിവ്യൂ ഓഫ് C++ പ്രോഗ്രാമിംഗ് ആൻഡ് അറേ. ഇന്ന് നമ്മൾ മൂന്നാമത്തെ ചാപ്റ്റർ തുടങ്ങുകയാണ്. ഫംഗ്ഷൻ എന്നാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്ററിന്റെ പേര്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ ഡിസ്കസ് ചെയ്തിരുന്നു, കുറച്ച് എക്സാമ്പിളുകളായിട്ട്. പക്ഷേ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുമ്പോൾ നിരവധി പ്രോഗ്രാമേഴ്സ് വേണ്ടി വരും. തൗസൻഡ്സ് ഓഫ് ലൈൻ ഓഫ് കോഡ്സ് ആണ് ഒരു പ്രോഗ്രാമിൽ ഉണ്ടാവുക. ആ സമയത്ത് ഒരു പ്രോഗ്രാമർ അല്ല എല്ലാ ലൈൻ ഓഫ് കോഡും എഴുതുക. പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പാർട്ടുകളാണ്. എന്നിട്ട് ഓരോ പാർട്ടും ഓരോ പ്രോഗ്രാമേഴ്സിന് കൊടുക്കും, ഓരോ സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സിന് കൊടുക്കും. ഒരു പ്രോഗ്രാമിനെ സബ് ഡിവിഷൻ ആക്കുകയും ആ എൻറ്റയർ പ്രോഗ്രാം, ആ പ്രോബ്ലത്തെ സോൾവ് ചെയ്യുകയും ചെയ്യുന്ന മെത്തഡോളജിയാണ് മോഡുലറൈസേഷൻ എന്ന് പറയും. നമ്മൾ ഇതുവരെ മോഡുലർ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് പഠിച്ചിട്ടില്ല. ഫംഗ്ഷൻ എന്ന ഈ ചാപ്റ്ററിലാണ് മോഡുലറൈസേഷൻ എന്താണെന്ന് പഠിക്കുന്നത്, എന്താണ് ഫംഗ്ഷൻ എന്ന് പഠിക്കുന്നത്. ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്യുക, ഒരു ഫംഗ്ഷനെ എങ്ങനെയാണ് കോൾ ചെയ്യുക, ഒരു ഫംഗ്ഷന് വേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ്, ഇത്തരം കാര്യങ്ങൾ, എത്ര തരത്തിൽ ഫംഗ്ഷൻ ഉണ്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് നമ്മുടെ 3rd ചാപ്റ്റർ. What is modular programming? The act of writing or designing large program into sub-modules is called function. Function means sub-module of a large program. The process of making large program into smaller program is called modularization. The individual small programs are called functions. ലാർജ് പ്രോഗ്രാമിനെ ചെറിയ ചെറിയ പ്രോഗ്രാം പാർട്ടുകളാക്കുന്നതിനെ മോഡുലറൈസേഷൻ എന്ന് പറയുന്നു. അതേപോലെ ഈ സ്മോളർ പ്രോഗ്രാമിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫംഗ്ഷൻ. മെയിൻലി C++ ഫംഗ്ഷനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. built-in function or standard library functions or user-defined functions. Built-in function including with header files. User-defined function developed by users. നമ്മൾ ഇതുവരെ പഠിച്ച ഏക ഫംഗ്ഷൻ മെയിൻ ഫംഗ്ഷനാണ്. മെയിൻ ഫംഗ്ഷൻ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെന്ന് നമുക്ക് പറയാം. കാരണം ഒരു മെയിൻ പ്രോഗ്രാമിൽ എന്തെല്ലാം ടാസ്കുകളാണ് ചെയ്യേണ്ടത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് പ്രോഗ്രാമറാണ്. അത് ഓൾറെഡി ഡിഫൈൻ ചെയ്ത് വെച്ചതല്ല. #include IOStream എന്ന ഹെഡർ ഫയൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുകയും അതേപോലെ int main എന്ന മെയിൻ ഫംഗ്ഷൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മെയിൻ ഫംഗ്ഷന്റെ 2 ബ്രാക്കറ്റിന്റെ ഇടയിൽ എന്തെല്ലാമാണ് എഴുതേണ്ടതെന്ന് ഡിസൈഡ് ചെയ്യുന്നത് യൂസറാണ് അഥവാ പ്രോഗ്രാമറാണ്. അതുകൊണ്ട് മെയിൻ ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ അതൊരു യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഇതേ മെയിൻ ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു യൂസർ ചിലപ്പോ 2 നമ്പർ ആഡ് ചെയ്യാനുള്ള പ്രോഗ്രാം എഴുതിയിട്ടുണ്ടാവും. മറ്റൊരു യൂസർ ഒരു അറേ റീഡ് ചെയ്യാനോ അല്ലെങ്കിൽ സ്ട്രിങ്ങിനെ ഹാൻഡിൽ ചെയ്യാനോ ഉള്ള പ്രോഗ്രാം ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അപ്പം മെയിൻ ഫംഗ്ഷനെ നമുക്ക് വേണമെങ്കിൽ യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. SQRT എന്നത് ഒരു ബിൽറ്റ് ഇൻ ഫംഗ്ഷൻ ആണ്. എന്താണ് SQRT എന്നുള്ളത് യൂസർ ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു നമ്പറിന്റെ സ്ക്വയർ റൂട്ട് കാണാൻ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫംഗ്ഷൻ ആണ് SQRT യൂസ് ചെയ്യണമെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ഫയൽസിനെ ഫസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യണമെന്ന് മാത്രം. രണ്ടാമത്തെ ടൈപ്പ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ ആണ്. ഒരു യൂസർക്ക് അല്ലെങ്കിൽ പ്രോഗ്രാമർക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ച് പ്രോഗ്രാമർ ഡെവലപ്പ് ചെയ്യുന്ന ഫംഗ്ഷനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയാം. അപ്പോൾ അവിടെ യൂസറാണ് തീരുമാനിക്കുന്നത് ആ ഫംഗ്ഷനിൽ എന്തൊക്കെ വർക്കിംഗ് വേണം എന്നുള്ളത്. അതിന് വേണ്ട വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നതും ഇനീഷ്യലൈസ് ചെയ്യുന്നതും ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കമാൻഡ് കൊടുക്കുന്നതും അതിലോട്ട്
ഒരു വാല്യൂ അസൈൻ ചെയ്യുന്നതും അതിൽ നിന്നൊരു വാല്യൂ എന്താണോ റിട്ടേൺ കിട്ടേണ്ടത് അതൊക്കെ ഡിസൈഡ് ചെയ്യുന്നത് പ്രോഗ്രാമറാണ്. ഇങ്ങനെ പ്രോഗ്രാമർ കംപ്ലീറ്റ്ലി ഡിസൈൻ ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം മൊഡ്യൂളിനെയാണ് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നമുക്ക് മോഡുലറൈസേഷൻ കൺസെപ്റ്റ് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളുമായിട്ട് നോക്കാം. ഒരു കമ്പനി, ആ കമ്പനിയിലെ ഡിഫറെന്റ് ടാസ്കുകൾ നമുക്കറിയാം. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, HR ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അതേപോലെ പേറോൾ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, ഒത്തിരി ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടാവും. ഈ ഓരോ ഡിപ്പാർട്ട്മെന്റിനും അതിന് വേണ്ട പ്രോഗ്രാംസ് അത് ഓൾറെഡി കമ്പനി ഹാൻഡിൽ ചെയ്യുന്ന സോഫ്റ്റ്വെയറിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഈ സോഫ്റ്റ്വെയർ എല്ലാം ഒരു പ്രോഗ്രാമർ ഡിസൈൻ ചെയ്തതാവില്ല. അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെന്റിന് വേണ്ടി അവരുടേതായ കുറെ കാൽക്കുലേഷൻ ഒക്കെ ഉള്ള ഒരു പാർട്ട് ഉണ്ടാവും. HR ഡിപ്പാർട്ട്മെന്റിന്റെ കുറെ ഫംഗ്ഷനുകൾ ഉണ്ടാവും. റിക്രൂട്ട്മെന്റ്, അവരുടെ ക്വസ്റ്റ്യൻ, അതുപോലെ ഇന്റർവ്യൂ ചെയ്യുന്ന പാർട്ടുകള്, അവരെ റിക്രൂട്ട് ചെയ്യാനുള്ള പാർട്ടുകള്, അവർക്ക് വേണ്ട അപ്ഡേഷൻ ഒക്കെ കൊടുക്കേണ്ട പാർട്ടുകൾ, അവർക്ക് കൊടുക്കേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ട പാർട്ട്, അങ്ങനെ ഒരു HR മൊഡ്യൂളിന് ആവശ്യമായ എല്ലാ പാർട്ടുകളും മറ്റൊരു പ്രോഗ്രാമർ ഡിസൈൻ ചെയ്തതായിരിക്കും. അതേപോലെ പേറോൾ, എല്ലാ മന്തിലും പേറോൾ വർക്ക് ചെയ്യും. ഈ ചാപ്റ്ററിലുടനീളം നമ്മൾ പഠിക്കുന്നത് യൂസർ ഡിഫൈൻഡ് ഫംഗ്ഷൻ എങ്ങനെയൊക്കെ യൂസ് ചെയ്യാം, ഹെഡർ ഫയൽസിനെ ഏതൊക്കെയാണ് ഓരോ ഫംഗ്ഷനും റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ എഴുതേണ്ടത്, ഈ കമ്പനിയുടെ ഡിഫറെന്റ് പാർട്ടുകളായ അക്കൗണ്ട്സ് മൊഡ്യൂള്, HR മൊഡ്യൂള്, പേറോൾ മൊഡ്യൂള്, ഇവയൊക്കെ ഒരുമിച്ച് ഒരു പ്രോഗ്രാം എഴുതുന്നതിന് പകരം ഓരോ പാർട്ടിനെ ഡിഫറെന്റ് പാർട്ടാക്കി എഴുതി ലാസ്റ്റ് എല്ലാം കൂടെ ഒരുമിച്ച് കമ്പൈൻ ചെയ്യുന്ന മെത്തഡോളജി, അതിനെ പറയുന്ന പേരാണ് മോഡുലറൈസേഷൻ. രണ്ട് തരം അപ്രോച്ച് ഉണ്ട്, ടോപ്പ് ഡൗൺ അപ്രോച്ചും ബോട്ടം അപ്പ് അപ്രോച്ചും. നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. നമ്മൾ എന്തിനാണ് മോഡുലർ പ്രോഗ്രാമിംഗ് കൺസെപ്റ്റ് നമ്മുടെ പ്രോഗ്രാമിൽ കൊണ്ടുവരുന്നത്? അതിന് കൃത്യമായ കാരണങ്ങളുണ്ട്. മോഡുലർ പ്രോഗ്രാമിന് അതിൻ്റെതായ അഡ്വാൻറ്റേജുകളുണ്ട്. എന്തൊക്കെയാണ് മോഡുലർ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജസ് ഓർ മെറിറ്റ് എന്ന് നമുക്ക് നോക്കാം. മോഡുലർ പ്രോഗ്രാമിന്റെ അഡ്വാൻറ്റേജ്, ഇറ്റ് റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം, it reduces the complexity of the program, it reduces the chance of error occurrence, and it make more reusable. First, it reduces the size of the program. നമ്മുടെ പ്രോഗ്രാം മോഡുലർ പ്രോഗ്രാമിംഗ് ആകുമ്പോൾ അതിന്റെ സൈസ് കുറയും. തൗസൻഡ്സ് ഓഫ് പേജ് ഉള്ള ഒരു പ്രോഗ്രാം ആണെങ്കിൽ 100 പേജുള്ള ഓരോ പ്രോഗ്രാം ആയാൽ ഏറ്റവും സുഖമായിരിക്കും അതിനെ ഹാൻഡിൽ ചെയ്യാൻ. തൗസൻഡ്സ് ഓഫ് പ്രോഗ്രാം ലൈൻ ഓഫ് കോഡ് ഉണ്ടെങ്കിൽ ഏറ്റവും ഡിഫിക്കൽട്ടാണ്. പക്ഷെങ്കിൽ 100 ലൈൻ ഓഫ് കോഡ് ഉണ്ടെങ്കിൽ എന്താണ്, ഈസിയാണ്. അപ്പം ഓരോ മൊഡ്യൂളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഹാൻഡിൽ ചെയ്യാൻ നടക്കും. സോ ഇറ്റ് റെഡ്യൂസ് ദ സൈസ് ഓഫ് പ്രോഗ്രാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് മോഡുലർ പ്രോഗ്രാമിംഗ്. Second point, it reduces the chance of error occurrence. എററുകൾ ഉണ്ടാവാനുള്ള, തെറ്റുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ കുറവാണ്. നമുക്കറിയാം അല്ലേ, നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഒരേ തവണ ഹാൻഡിൽ ചെയ്യാനുണ്ടെങ്കിൽ അവിടെ പ്രോബ്ലംസ്, എറേഴ്സ് ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലായിരിക്കും. പക്ഷേ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ, ചെറിയ ടാസ്കുകളാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ അവിടെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കുറവാണ്. അതേപോലെയാണ് പ്രോഗ്രാമിങ്ങിലും. വലിയ പ്രോഗ്രാം ആകുമ്പോൾ അവിടെ ഇവിടെയൊക്കെ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ മോഡുലർ പ്രോഗ്രാമിംഗ് അത് സ്മോൾ മൊഡ്യൂൾസ് ആയിരിക്കും. അപ്പം എറർ ഉണ്ടെങ്കിൽ തന്നെ അതിനെ ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാം. അവിടെ എററിനെ ഏറ്റവും ലെസ് എറർ ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം, എററിനെ അവോയ്ഡ് ചെയ്യാം. മോഡുലർ പ്രോഗ്രാമിന്റെ ഏറ്റവും നല്ലൊരു മെറിറ്റ് ആണ് ഇറ്റ് റെഡ്യൂസ് ദ എറർ ഒക്കറൻസ് എന്നുള്ളത്. മൂന്നാമത്തെ ഏറ്റവും നല്ലൊരു മെറിറ്റ് ആണ് ഇറ്റ് റെഡ്യൂസ് ദ കോംപ്ലക്സിറ്റി ഓഫ് പ്രോഗ്രാം. എന്താ കോംപ്ലക്സിറ്റി മീൻസ്? പ്രോഗ്രാം ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. വലിയ പ്രോഗ്രാം ആണെങ്കിൽ പ്രോഗ്രാമിനെ ഹാൻഡിൽ ചെയ്യൽ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നും. ചിലപ്പോൾ ഒരു വേരിയബിളിനെ നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇനീഷ്യലൈസ് ചെയ്തിട്ടുണ്ടാവും, അത്
പിന്നെ കുറേ പേജുകൾ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ വാല്യൂ യൂസർക്ക് അറിയാതെ പോകും. കാരണം എന്താണ്, ഇത് വലിയ പ്രോഗ്രാമാണ്. അവിടെ ഓരോ വേരിയബിൾ പോലും ഏറ്റവും വലിയ ഡിഫിക്കൽട്ട് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടാണ് പ്രോഗ്രാമേഴ്സിന് അനുഭവപ്പെടുക. അത് സ്മോൾ പ്രോഗ്രാംസ് ആണെങ്കിൽ, മോഡുലർ മെത്തേഡിലാണെങ്കിൽ കോംപ്ലക്സിറ്റി അവിടെ റെഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഈസി ആയിട്ട് പ്രോഗ്രാമിനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും എന്നർത്ഥം. ഏറ്റവും ലാസ്റ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ് ഇംപ്രൂവ് ദ റീയൂസബിലിറ്റി. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, നമുക്ക് അതിനെ വീണ്ടും വീണ്ടും ഉപയോഗിക്കാം. ഉദാഹരണത്തിന് നമ്മൾ അക്കൗണ്ടിങ് ഹാൻഡിൽ ചെയ്യുന്ന ഒരു മൊഡ്യൂളിനെ ഡെവലപ്പ് ചെയ്തു. ആ മൊഡ്യൂളിനെ വേണമെങ്കിൽ ഒരു കമ്പനിയിൽ മാത്രമല്ല, ആ അക്കൗണ്ടിങ് കൺസെപ്റ്റ് വർക്ക് ചെയ്യുന്ന എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ ഈ അക്കൗണ്ടിങ് മൊഡ്യൂളിനെ അങ്ങ് ഫിറ്റ് ചെയ്ത് കൊടുത്താൽ മതി. അത് വീണ്ടും വീണ്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീയൂസബിൾ ആണെന്ന് അർത്ഥം. അല്ലാതെ ഒരു പ്രോഗ്രാമിന് എഴുതിയ ആ കോഡിനെ നമുക്ക് ആ പ്രോഗ്രാമിൽ തന്നെ മെനി ടൈംസ്, ഒന്നിലധികം തവണ കോൾ ചെയ്യാം, ഒന്നിലധികം തവണ ഉപയോഗപ്പെടുത്താം. അതേപോലെ ആ മൊഡ്യൂളിനെ മറ്റൊരു പ്രോഗ്രാമിന്റെ പാർട്ടാക്കി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഇറ്റ് ഇൻക്രീസ് ദ റീയൂസബിലിറ്റി ഓഫ് പ്രോഗ്രാം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഏതൊരു കാര്യത്തിന്റെയും മെറിറ്റ്സ് പഠിക്കുമ്പോൾ അതിന്റെ ഡീമെറിറ്റ്സ് കൂടെ ഒന്ന് ഓർത്ത് വെക്കുന്നതെന്നല്ല. കൂടുതൽ ഡീമെറിറ്റ്സുകളൊന്നും നമുക്ക് പഠിക്കാനില്ല. നമുക്ക് പഠിക്കാനുള്ളത് 2 ഡീമെറിറ്റ്സ് മാത്രമാണ്. ഒന്ന്, ലാർജ് പ്രോഗ്രാമിനെ സ്മോൾ മൊഡ്യൂൾ ആക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ടാസ്ക് ആണ് എന്നാണ് പറയുന്നത്. അതായത് വലിയ പ്രോഗ്രാമാണ്, ഈ പ്രോഗ്രാമിനെ ഏതൊക്കെ പാർട്ടിനെ ഒരു മൊഡ്യൂൾ ആക്കണം, ഏതൊക്കെ പാർട്ടിനെ മറ്റൊരു മൊഡ്യൂൾ ആക്കണം, അങ്ങനെ മോഡുലറൈസേഷൻ ലാർജ് പ്രോഗ്രാമിനെ ഡിഫറെന്റ് ഡിവൈഡ് ചെയ്യുന്നത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് ഫസ്റ്റ് പറയുന്നത്. രണ്ടാമത്തെ ഡീമെറിറ്റ്, ഈ ഓരോ സബ് മൊഡ്യൂൾസും ഡിഫറെന്റ് പ്രോഗ്രാമർ ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഈ ഡെവലപ്പ് ചെയ്ത് നമ്മൾ അതിനെ ഒരുമിച്ച് ഒരു സെയിം പ്രോഗ്രാം ആക്കി മാറ്റും. ഓരോരുത്തർ ചെയ്ത പ്രോഗ്രാമിനെ അതൊരു മെയിൻ പ്രോഗ്രാം ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ അത് ഓർഡർ ഓഫ് എക്സിക്യൂഷൻ, ഏത് മൊഡ്യൂളാണ് ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, രണ്ടാമത്തേത് എക്സിക്യൂട്ട് ചെയ്യാൻ ഏത് മൊഡ്യൂളാണ്, ഇങ്ങനെ ഓരോ മൊഡ്യൂളും ഏത് ഓർഡറിലാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കുറച്ച് ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നത്. അപ്പം 2 ഡീമെറിറ്റ്സ് പഠിച്ചു. ഒന്ന്, ലാർജ് പ്രോഗ്രാമിനെ സ്മോൾ പാർട്ട് ആക്കുന്നിടത്തുള്ള കുറച്ച് ഡിഫിക്കൽട്ട്. 2, സബ് മൊഡ്യൂൾസിനെ ഒരു പ്രോഗ്രാം ആക്കി കൺസിഡർ ചെയ്യുമ്പോൾ ദ ഓർഡർ ഓഫ് എക്സിക്യൂഷൻ മസ്റ്റ് ബി മെയിൻറ്റെയിൻ എന്നുള്ള സെക്കൻഡ് പോയിന്റ്. മറ്റൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുള്ളത് ഹെഡർ ഫയൽസ്. നമ്മൾ പഠിച്ചതാണ് അല്ലെ, ഹാഷ് ഇൻക്ലൂഡ് IOStream പോലത്തെ ഹെഡർ ഫയൽസിനെ നമ്മൾ ഹാൻഡിൽ ചെയ്തതാണ്. ഒരു ഹെഡർ ഫയൽസിന് ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നുള്ളതാണ്. നമ്മൾ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു ഫംഗ്ഷൻ യൂസ് ചെയ്യണമെങ്കിൽ ആ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഹെഡർ ഫയലിനെ നമ്മൾ ആദ്യം തന്നെ ഡിക്ലെയർ ചെയ്യണം. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ് ഹാഷ് ഇൻക്ലൂഡ് IOStreamന് ശേഷം ഹാഷ് ഇൻക്ലൂഡ് CSTDIO നമ്മൾ എന്തിനായിരുന്നു യൂസ് ചെയ്തത്? നമ്മൾ യൂസ് ചെയ്ത ഗെറ്റ്സ് ആൻഡ് പുട്സ് ഫംഗ്ഷൻ, സ്ട്രിംഗ് ഫംഗ്ഷനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അഡീഷണലി കൊടുത്ത ഒരു ഹെഡർ ഫയലായിരുന്നു ഹാഷ് ഇൻക്ലൂഡ് CSTDIO. CSTDIO എന്ന ഹെഡർ ഫയലിലാണ് ഗെറ്റ്സ് ആൻഡ് പുട്സ് എന്ന സ്റ്റാൻഡേർഡ് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ അതിനെ കുറിച്ചുള്ള എല്ലാ ഡെഫിനിഷനും കൊടുത്തത്. എന്താണ് ഗെറ്റ്സ്, എന്താണ് പുട്സ് എന്നുള്ളത് ഒരു പ്രോഗ്രാമർ ഡിഫൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താണ്, അത് ബിൽറ്റ്-ഇൻ ഫംഗ്ഷൻ ആണ്. ഓൾറെഡി അതിന്റെ ഡെഫിനിഷൻ കമ്പൈലറിലുണ്ട്. എന്ത് മാത്രം ഇൻക്ലൂഡ് ചെയ്താൽ മതി, ഹാഷ് ഇൻക്ലൂഡ് CSTDIO. അതേപോലെ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ നമുക്ക് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഹെഡർ ഫയലാണ് ഹാഷ് ഇൻക്ലൂഡ് CMath എന്നുള്ളത്. ഇതേപോലെ ഒരുപാട് ഹെഡർ ഫയൽസ് ഉണ്ട്. നിങ്ങൾ കോഫി മെഷീൻ യൂസ് ചെയ്തിട്ടുണ്ടോ? എന്താ കോഫി മെഷീന്റെ ഉപയോഗം? നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ അതിലോട്ട് ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൽ വേണ്ട ബട്ടൺസ് ഉണ്ടാവും. ആ ബട്ടൺസ് നമ്മൾ പ്രസ് ചെയ്യുമ്പോൾ എന്താണോ, കോഫിയാണോ, ടീ ആണോ, സ്ട്രോബെറി മിൽക്ക് ആണോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡ്രിങ്ക്സ് ആണോ വേണ്ടത്, അതിനനുസരിച്ച് അതിൽ നിന്ന് നമുക്ക് വേണ്ട പ്രൊഡക്റ്റ് ഒരു കപ്പിലോട്ട് കിട്ടും. അതാണ് കോഫി മെഷീന്റെ പ്രത്യേകത. അപ്പൊ ഒരു കോഫി മെഷീനിൽ അവിടെ ചെയ്യുന്ന ടാസ്കുകൾ അവരെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഒരു കോഫി നമ്മൾ മേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മേക്ക് എ
ബട്ടൺ പ്രസ് ചെയ്യും. അതിന് കൊറസ്പോണ്ടിങ് ആയിട്ട് മെഷീനിൽ നിന്നും മിൽക്ക് എടുക്കും, വാട്ടർ എടുക്കും, കോഫി പൗഡർ എടുക്കും, അതേപോലെ തന്നെ ഷുഗർ എടുക്കും. ഇതിനെ ഡിഫറെന്റ് റേഷ്യോയില് മിക്സ് ചെയ്തിട്ട് നമ്മുടെ കപ്പിലോട്ട് കോഫി കിട്ടും. അപ്പം കപ്പ് എന്ന ഒരു വേരിയബിളിലോട്ട്, കപ്പ് എന്ന ഒരു പാത്രത്തിലോട്ട് നമുക്ക് കിട്ടുന്നത് കപ്പ് ഈസ് ഈക്വൽ ടു മേക്ക് കോഫി. മേക്ക് കോഫി എന്ന ഫംഗ്ഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിലോട്ട് എടുക്കുന്ന സാധനങ്ങൾ എന്തൊക്കെയാണ്? വാട്ടർ, മിൽക്ക്, ഷുഗർ, കോഫി പൗഡർ. ഇത് കമ്പൈൻ ചെയ്തിട്ട് കോഫി മേക്ക് ചെയ്ത് നമുക്ക് കപ്പിലോട്ട് കിട്ടും. ഇതാണ് ഒരു കോഫി മേക്ക് ചെയ്യുന്ന പ്രോസസ്സ്. ഇതേപോലെ ഒരു ഫംഗ്ഷന് അതിന് നമുക്ക് കോഫി എന്നതുപോലെ ഒരു പ്രൊഡക്റ്റ് ലാസ്റ്റ് കിട്ടും. മേക്ക് എ കോഫി എന്നത് നമ്മുടെ ഫംഗ്ഷൻ നെയിം ആണെന്ന് കരുതുക. അതിലോട്ട് കൊടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് വാട്ടർ, മിൽക്ക്, കോഫി പൗഡർ ആൻഡ് ഷുഗർ. 4 മെറ്റീരിയലിന്, റോ മെറ്റീരിയലിന് നമ്മൾ കൊടുത്തിട്ടുണ്ട് അല്ലേ? എന്തിനു വേണ്ടിയിട്ട്? മേക്ക് കോഫി എന്ന ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട്. അതിന്റെ റിസൾട്ട് നമുക്ക് എങ്ങോട്ടാ കിട്ടിയത്? കപ്പിലോട്ടാ കിട്ടിയത്. ഇതേപോലെയാണ് ഒരു ഫംഗ്ഷനും എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഒരു ഫംഗ്ഷന് കപ്പ് എന്ന പോലെ ഒരു റിട്ടേൺ വാല്യൂ, ഒരു റിസൾട്ട് ഉണ്ടാവും. മേക്ക് എ കോഫി എന്ന് പറയും പോലെ ഒരു ഫംഗ്ഷൻ നെയിം ഉണ്ടാവും. അതിലോട്ട് നമ്മൾ കൊടുത്ത കുറച്ച് വാല്യൂസ് എന്തൊക്കെയായിരുന്നു? മിൽക്ക് പൗഡർ, കോഫി പൗഡർ, ഷുഗർ, വാട്ടർ. ഇതുപോലെ ഒരു ഫംഗ്ഷനിലോട്ട് നമ്മൾ കുറച്ച് വാല്യൂസിനെ കൊടുക്കും, കുറച്ച് കാര്യങ്ങൾ കൊടുക്കും. അതിനെ നമുക്ക് പാരാമീറ്റർ എന്നൊക്കെ വിളിക്കാം. ഫംഗ്ഷന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് ഇതെന്ന് മനസ്സിലാക്കാം. നമുക്ക് ഒരു മാത്തമാറ്റിക്കൽ ഉദാഹരണം എടുക്കാം. റിസൾട്ട് ഈസ് ഈക്വൽ ടു ആഡ് ബ്രാക്കറ്റില് 3, 4, 5, 6. 3ഉം 4ഉം 5ഉം 6ഉം സം ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് റിസൾട്ട് എന്ന വേരിയബിളിലോട്ട് കൊടുക്കണം. ഇതിനെ നമുക്ക് ഒരു ഫംഗ്ഷൻ ആക്കി കൺസിഡർ ചെയ്യാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് 3ാമത്തെ ചാപ്റ്ററിലെ ഫംഗ്ഷനെ കുറിച്ചാണ്. എന്താണ് മോഡുലറൈസേഷൻ, അതിന്റെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ്, വാട്ട് ഈസ് ഫംഗ്ഷൻ ആൻഡ് റിയൽ ടൈം എക്സാമ്പിൾ ലൈക്ക് കോഫി മേക്കിംഗ്. ഇത്ര കുറച്ച് കാര്യങ്ങളാണ് പഠിച്ചത്. കോഫി മേക്കിങ്ങിനെ എങ്ങനെയാണ് ഒരു ഫംഗ്ഷനുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം നമുക്ക് കൂടുതൽ മനസ്സിലാവുക നെക്സ്റ്റ് ക്ലാസ്സിൽ. നമുക്ക് ഫംഗ്ഷനെ ഡിക്ലെയർ ചെയ്ത് ഡിഫൈൻ ചെയ്ത് ഒരു ഫംഗ്ഷന് വാല്യൂ അസൈൻ ചെയ്ത് ഫംഗ്ഷന് വാല്യൂ ഇങ്ങോട്ട് എടുത്ത് അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ ഫംഗ്ഷനെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും. ഇന്നത്തെ ബേസിക് കൺസെപ്റ്റുകൾ നിങ്ങൾ ഒരു പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫംഗ്ഷനെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഇതിന്റെ കുറച്ച് റിലേറ്റഡ് ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. എല്ലാവർക്കും നല്ലൊരു ദിനം നേരുന്നു. ഹാവ് എ ഗുഡ് ഡേ.